ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ ഏറെ ജാഗ്രത പാലിക്കേണ്ട ഒരു ഗൗരവകരമായ വാർത്തയാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നും വരുന്നത്. കുഞ്ഞുങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകൾ നൽകി നാം സമാധാനിച്ചിരിക്കുമ്പോൾ ഡിജിറ്റൽ ലോകത്തെ ചില അപകടങ്ങൾ നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഗാസിയാബാദിൽ 2 സഹോദരിമാരുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പരിശോധിച്ച പോലീസ് ഓൺലൈൻ ഗെയിമുകളുടെ ചതിക്കുഴികളെക്കുറിച്ച് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഗാസിയാബാദിൽ പ്രായപൂർത്തിയാകാത്ത 2 സഹോദരിമാർ മരണപ്പെട്ട സംഭവത്തിൽ ഓൺലൈൻ ഗെയിമുകൾക്കുള്ള പങ്ക് സ്ഥിരീകരിച്ച് പോലീസ് രംഗത്തെത്തി. കുട്ടികളെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള 5 ഓൺലൈൻ ഗെയിമുകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗാസിയാബാദ് പോലീസ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ്. കുട്ടികൾ നിരന്തരമായി ഈ ഗെയിമുകൾക്ക് അടിമപ്പെട്ടിരുന്നതായും ഗെയിമിലെ വെല്ലുവിളികളും നിർദ്ദേശങ്ങളുമാണ് അവരെ ഇത്തരം കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അപകടകാരികളായ ഈ 5 ഗെയിമുകളുടെ ലിങ്ക് അയച്ചു കൊടുക്കുകയും അവ രാജ്യത്ത് ഉടനടി നിരോധിക്കണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മാതാപിതാക്കൾ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്ന് പോലീസ് പ്രത്യേക നിർദ്ദേശം നൽകി. പഠനത്തിൽ ശ്രദ്ധ കുറയുക, ഒറ്റപ്പെട്ടിരിക്കാൻ താല്പര്യപ്പെടുക, ഉറക്കമില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ ഓൺലൈൻ ഗെയിം സ്വാധീനത്തിന്റെ ലക്ഷണങ്ങൾ കൊണ്ടാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ കൃത്യമായ നിയന്ത്രണം വേണമെന്നും അവർ ഏതൊക്കെ ആപ്പുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണമെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.